നമസ്കാരം. കേരളത്തിലെ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വമ്പൻ ട്വിസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത സംസ്ഥാനം വിഭജിക്കാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അധിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധിക ബാച്ച് അനുവദിക്കാനാകില്ല എന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ സംസ്ഥാന വിഭജനം. നിലവിൽ CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ DYFI അടക്കം സർക്കാരിനോട് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട രംഗത്തുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ എടുക്കാത്തത് എന്നതാണ് വസ്തുത. അതിനാൽ സർക്കാരിന്റെ പിടിപ്പുകേടാണെങ്കിൽ പോലും ഇത്തവണ മലബാറിൽ ഒരധിക സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നത് വാസ്തവമാണ് എന്ന് കരുതി ഈ അവസരം മുതലെടുത്ത് ചിലർ സംസ്ഥാന വിഭജനം നടത്താൻ പോകുന്നു എന്നത് അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല. പ്രത്യേക മലബാർ സംസ്ഥാനം വേണം എന്ന് സുന്നി യുവജന സംഘം നേതാവായിട്ടുള്ള മുസ്തഫ മുണ്ടുപാറയുടെ പ്രസ്താവന ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. മലബാർ പ്രദേശത്തിന് പ്രത്യേകമായ ഒരു സംസ്ഥാനം വേണമത്രേ. നിലവിലെ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം അദ്ദേഹം മറ്റൊരു പ്രശ്നം ഇവിടെ, അതും ചിലരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിനിറയ്ക്കുന്ന തരത്തിൽ മറ്റൊരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. മലബാർ സ്കൂളുകളിൽ സീറ്റില്ലാത്തതിനെ കുറിച്ചുള്ള വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെയാണ് സുന്നി നേതാവ് ഇത്തരമൊരു വിവാദ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേക മലബാർ സംസ്ഥാനം എന്ന ആശയം ഉയർന്നാൽ അവരെ തന്നെ കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത് അങ്ങനെ ഒരു സംസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കാം എന്നുള്ള രീതിയിലാണ് എന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തെക്കൻ കേരളത്തിലെയും മലബാറിലെയും ജനങ്ങൾ ഒരേ നികുതിയാണ് കൊടുക്കുന്നത്, അവർക്ക് ഒരേ സൗകര്യങ്ങളാണ് ലഭിക്കേണ്ടത്. ഇത്തരം അനീതി കാണുമ്പോൾ പ്രത്യേക മലബാർ സംസ്ഥാനം വേണമെന്ന് അവരുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താനാകില്ല എന്നും വിഘടനവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മലബാർ സംസ്ഥാനം ഉണ്ടായാൽ കേരളത്തിൽ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വിഭജനം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. എന്നാൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് മലബാറിൽ തന്നെയാണ്. എന്നിരുന്നാലും കുട്ടികൾ ഒരുപാടുള്ളതിനാൽ തന്നെ ഈ സീറ്റ് മലബാർ മേഖലയിൽ മതിയാവുന്നില്ല എന്ന് മാത്രമാണുള്ളത്. അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ തവണ ഉണ്ടായില്ല എങ്കിൽ പോലും അത് വലിയ പ്രശ്നമാണെങ്കിൽ പോലും അടുത്ത തവണയെങ്കിലും അത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും കേരളത്തെ വിഭജിക്കും എന്നുള്ള തരത്തിലേക്കുള്ള ചിന്തകളൊന്നും ഇത് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഇവിടെയില്ല. നിലവിലത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന +1 സീറ്റ് വർദ്ധിപ്പിക്കുക എന്നത് സാധിക്കുകയില്ല എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്ന് കരുതി ഒരു മതവിഭാഗത്തിനോട് കാണിക്കുന്ന ഒരു വിഭജനമായി അതിനെ ധ്രുവീകരിച്ച് കാണിക്കാനുള്ള ശ്രമം നടത്തരുത്. അതിനാൽ ഇത്തരം വിവാദ പരാമർശങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്ന് പറയുകയാണ്. അത് മാത്രവുമല്ല, സർക്കാരിന്റെ നിസ്സഹായതയെ മുതലെടുത്ത് സ്വതന്ത്രമായൊരു സംസ്ഥാനം എന്ന ആവശ്യം ഉന്നയിച്ച് കേരളത്തിലെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നത് നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മലയാളികളുടെ നാടാണ് കേരളം. ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട് എങ്കിൽ പോലും ജാതി മത വർണ്ണ വക ഭേദമന്യേയാണ് പരസ്പരം ബഹുമാനത്തോടെ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അവർക്കുള്ളിലേക്ക് ദയവ് ചെയ്ത് ഇത്തരം വർഗീയ വിഷം കുത്തിവയ്ക്കാതിരിക്കുക എന്നതാണ് പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജനം അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമുക്കും നമ്മുടെ നാടിനും അത്തരത്തിലുള്ള പ്രസംഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള നീക്കത്തിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും പ്രത്യേക മലബാർ സംസ്ഥാനം എന്ന സുന്നി യുവജന സംഘം നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ പ്രസ്താവന വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പലർക്കും എപ്പോഴും 21ാം നൂറ്റാണ്ടിലെ മനസ്സാണെന്നും ആ മനസ്സുമായി കേരളം വിഭജിക്കാൻ വന്നാൽ ഈ നാട് അവർക്ക് പച്ചപ്പരവതാനി വിരിക്കുമെന്ന് കരുതണ്ട എന്നും പിണറായിയും സതീശനും ഒത്താശ ചെയ്താലും ആ പൂതി നടക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് BJP നേതാവ് K. സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയം എന്നതിന് പുറമെ ഇതിനേക്കാൾ ഈ ഒരു വിഷയം വലിയ പ്രാധാന്യത്തോടെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പാക് വിഭജനത്തിലൂടെ ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇന്ത്യക്ക് എന്നും ഒരു പ്രശ്നമായി പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്. അതുപോലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ കേരളം ഇനി വിഭജനം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിന് ജനങ്ങൾ വിവേകപരമായിട്ടുള്ള തീരുമാനമെടുക്കണം. ഇത്തരം പരാമർശങ്ങളൊക്കെ കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കേരളം വിഭജിച്ചുകൊണ്ടൊരു പ്രശ്നപരിഹാരം തീർക്കേണ്ട ഗതികേടൊന്നും ഈ നാട്ടിൽ ഇന്നിപ്പോൾ വന്നിട്ടില്ല. അങ്ങനെ വരാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.